ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ലാസ്റ്റ് വീക്കെൻഡ് സ്പെഷ്യലായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തൊരു ഈസി ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തി റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം വരയുടെ ഫ്രഷ് ചിക്കനും വേറെ കുറച്ച് ചിക്കൻ സ്ലൈസസും ഇരിപ്പുണ്ടായിരുന്നു. നമുക്ക് ഫുൾ ചിക്കൻ ഇരിക്കുന്നത് തന്നെ കട്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി അച്ചാച്ചൻ വെളിയിൽ പോയിരിക്കുമായിരുന്നു. അപ്പോൾ ഈസി ആയിട്ട് ചെയ്താണ്. നമ്മൾ ഡ്രൈ ലെമൺ വേണ്ട ഐറ്റംസ്, ഡ്രൈ ലെമൺ, അതുപോലെ എഡിബിൾ ആയിട്ടുള്ള ഒരു റെഡ് കളറ്, പിന്നെ ഒരു ഫുൾ ക്യാപ്സിക്കം, 2 മീഡിയം സൈസ് ഓണിയൻ, ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇതിലേക്ക് ആവശ്യമില്ല കേട്ടോ. ചിക്കൻ്റെ മാജിക് ക്യൂബ്സ് വേണ്ടവർക്ക് ഉപയോഗിക്കാം. ഞാനത് മാക്സിമം ഉപയോഗിക്കാറില്ല. പിന്നെ നമ്മൾ അതിനോടൊരു അഡിക്റ്റീവായി പോകും. ഏതെങ്കിലും ഗസ്റ്റോ അങ്ങനെ ആരെങ്കിലും വരുമ്പോൾ കുറച്ചും കൂടെ സ്പെഷ്യലായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടപ്പോൾ മാത്രമേ നമ്മൾ മാഗി ക്യൂബ്സ് ഉപയോഗിക്കാറുള്ളൂ. ഓപ്ഷനിലാണ്. അതില്ലെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് മന്തി പ്രിപ്പയർ ചെയ്യാം. അങ്ങനെ ചിക്കൻ ഒന്ന് നന്നായിട്ട് വരഞ്ഞതിന് ശേഷം 2 തൈ പീസസ് മാത്രമേ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം വരഞ്ഞതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഹോൾ സ്പൈസസ്, മെയിനായിട്ട് പെപ്പർ, കുറച്ച് ജീരകപ്പൊടി, അതാണ് മെയിൻ. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് അറബിക് സ്പൈസസ് മാത്രം ഇട്ട് ഇത് നമ്മുടേതായിട്ടുള്ള വേർഷനാണ് കേട്ടോ. അതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് എഡിബിളായിട്ടുള്ള കളറും 1-2 ഡ്രോപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് ഞെരടി തിരുമ്മി വെക്കാം കേട്ടോ. ഡ്രൈ ലെമൺ ഒപ്പം ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു ഹാഫ് ടു 45 മിനിറ്റ്സ് നമുക്കത് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഞാനിത് കുക്കറിൽ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒന്നാമത് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മളിവിടെ കുഞ്ഞാവേനെ അവിടെ കാർട്ടൂണൊക്കെ കാണിച്ചിരുത്തിയിട്ട് അതിൻ്റെ ഇടയ്ക്കാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഇങ്ങനെ കുക്കർ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്. അല്ലാതെ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ ടൈം എടുത്ത് കുറച്ചും കൂടെ ഒരു ഫിനിഷിങ് വരും. പക്ഷേ ഇതിനും ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടി. അതിൻ്റെ കൺസിസ്റ്റൻസി എല്ലാം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. 1 കപ്പ് ഓയിൽ തന്നെ വേണം കേട്ടോ. 1 കപ്പ് ഓയിൽ ഒഴിച്ചു. പിന്നെ അതിന് മുകളിൽ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചതിന് ശേഷം ചെറിയ തീയിൽ അടച്ച് വെച്ച് വിസിലില്ലാതെ വേവിച്ചെടുത്തു. 1 വിസിൽ വേണമെങ്കിലും വരുത്താം. ഒരു 10 to 15 മിനിറ്റ്സ് വെച്ച് വിസിലില്ലാതെ വേവിച്ചെടുത്താണിത്. എന്നിട്ട് അതിലേക്ക് നമുക്ക് അത്യാവശ്യം വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് റൈസും കൂടെ ഇട്ട് കൊടുക്കണം. മുകളിൽ ഒരു 3-4 പച്ചമുളക് കുത്തി വെച്ച് കൊടുക്കാം. അതിന് മുകളിൽ നമുക്ക് കളറ്, മഞ്ഞൾപ്പൊടി, റെഡ് കളറും കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടിയാണ് കേട്ടോ, ഓപ്ഷണലാണ്. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് ഫൈനലി മിക്സ് ചെയ്ത് ചിക്കൻ പീസസ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് അടിപൊളി യമ്മി ആയിട്ടുള്ള ടേസ്റ്റി മന്തി പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ സൈഡ് ഡിഷായിട്ട് ഹോം മെയ്ഡ് മയണൈസും അതുപോലെ ടൊമാറ്റോ ചട്നിയും പ്രിപ്പയർ ചെയ്ത് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. എല്ലാം കൂടി ഒരു 1 അവറിൻ്റെ പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ സമയം എടുക്കുന്നുള്ളൂ. ടേസ്റ്റിയാണ്, ട്രൈ ചെയ്യണം മസ്റ്റായിട്ടും.